ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകളാണ്. പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സാകാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചവനപ്രാശം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സാ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകൂട്ടുകളുടെ അളവുകൾ നിശ്ചയിക്കുന്നത്. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷകാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. ദേവസ്വത്തിലെ മുൻനിര ആനകളായ നന്ദൻ, ഇന്ദ്രസൻ തുടങ്ങി 14 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മദപ്പാടിൽ നിന്നഴിച്ച ശേഷമായിരിക്കും സുഖചികിത്സ നൽകുക. 30 ദിവസത്തെ സുഖചികിത്സയിലൂടെ ആനകളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്നാണ് ആനവിദഗ്ധർ പറയുന്നത്. ആനത്താവളത്തിൻ്റെ വടക്കേമുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുരുള നൽകി റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആനകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങളുമായി ആനത്താവളത്തിൻ്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബണ്ടാരലർന്ന ഒരു ഹോസ്പിറ്റലിൽ പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആനയ്ക്കുള്ള ഹോസ്പിറ്റൽ, ഇവിടുത്തെ അടിസ്ഥാനപരമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പുണത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് വലിയ തൃശ്ശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ആണ് ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കി കഴിഞ്ഞോ? ഏകദേശം ഒരു പ്രിലിമിനറി ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കോട്ട നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ പ്ലാന് ഭരണസമിതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്താനായിരുന്നു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവർ സംസാരിച്ചു.